ഇന്നത്തെ ദേശാഭിമാനിയിലെ ഏറ്റവും വലിയൊരു കുത്തിത്തിരിപ്പ് സ്റ്റോറിയാണ് സംഘപരിവാർ ആഹ്വാനം. കേരളത്തിലെ സ്കൂളുകളിലും ക്രിസ്മസ് ആഘോഷം വേണ്ട. കണ്ടില്ലേ? സംഘപരിവാർ ആഹ്വാനം ചെയ്തത്രേ. എന്താണ്? കേരളത്തിലെ സ്കൂളുകളിലും ക്രിസ്മസ് ആഘോഷം വേണ്ട. അതായത് ഇപ്പം BJP-ക്കാർക്ക് അത്യാവശ്യം ക്രൈസ്തവരുടെ വോട്ട് കിട്ടിത്തുടങ്ങി അല്ലെ? പ്രത്യേകിച്ചും തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം മുതൽ ക്രിസ്തീയ വോട്ടുകൾ, നേരത്തെ അത് UDF-ലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു ചെറിയ വിഭാഗം മാത്രമാണ് LDF-ലേക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ BJP വളരെ കൃത്യമായി BJP-യുടെ പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ നിലപാടുകളിലൂടെ, അതിൻ്റെ ഇടയ്ക്ക് മണിപ്പൂരൊക്കെ പറഞ്ഞിട്ട് കുറെ കുത്തിത്തിരിപ്പിനൊക്കെ ശ്രമിച്ചു ഈ അന്തംഗമ്മികൾ. പക്ഷെ അതൊന്നും, കാരണം ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബോധവും വിവരമുള്ള ആൾക്കാരാണല്ലോ. ഈ അന്തംഗമ്മികളെ മാതിരിയല്ല. ക്രിസ്ത്യാനികൾ നല്ല ബോധവും വിവരവും ഉള്ള ആൾക്കാരായതുകൊണ്ട് ഇവർ പറഞ്ഞ ഉടായ്പകളൊന്നും വിശ്വസിച്ചില്ല. അങ്ങനെ കേരളത്തിൽ ഇപ്പം ഈ ക്രൈസ്തവരുടെ വോട്ട് കൂടുതൽ കിട്ടുന്നത് BJP-ക്കാണ്. BJP ആ രീതിയിലാണ് BJP-യുടെ പ്രവർത്തനം. അപ്പോൾ അതെങ്ങനെങ്കിലും അവിടെ നിന്ന് ആ ക്രിസ്തീയ വോട്ടുകൾ ആരുടെ കൂടേക്ക് വരണം, നമ്മളെ അടുത്തേക്ക് വരണം. ഇതിനുള്ള ഒരു കുത്തിത്തിരിപ്പാണ് കേരളത്തിലെ സ്കൂളുകളിലും ക്രിസ്മസ് ആഘോഷം വേണ്ട എന്ന് പറയുന്നത്. സംഘപരിവാർ പറയാണ് സ്കൂളുകളിലൊന്നും ക്രിസ്മസ് ആഘോഷം വേണ്ട എന്ന് സംഘപരിവാർ പറയുന്നു. ഞാനൊന്ന് നോക്കിയപ്പോൾ മലയാള മനോരമ, മാതൃഭൂമി, കേരള കൗമുദി, മാധ്യമം, ഈ പത്രങ്ങൾ ഒന്ന് നോക്കിയപ്പോൾ ഈ വാർത്ത ഒരു പത്രത്തിലും കണ്ടില്ല കേട്ടോ. ഇവർക്ക് ഈ വാർത്ത എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇവരുണ്ടാക്കിയ വാർത്ത. കാരണം ഇതിന്റെ അവസാനത്തെ പാരഗ്രാഫ് പറയുന്നത് എന്താ അറിയോ? എന്നാൽ ഔദ്യോഗികമായി ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ലെന്ന് ചിന്മയ തിരുവനന്തപുരം മേഖലാ ചെയർമാൻ സുരേഷ് മോഹൻ പറഞ്ഞു. അതായത് ഇങ്ങനെ ഔദ്യോഗികമായി ഒരു തീരുമാനവും ഇല്ല. ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ. അതായത് ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞാൽ ദൈവപുത്രന്റെ അല്ലെ, യേശുദേവന്റെ തിരുപ്പിറവിയോട് അനുബന്ധിച്ച് ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്ന ആഘോഷമാണ് ഈ ക്രിസ്മസ്. പക്ഷെ കേരളത്തില് ഒരു സർവമത സമഭാവന എന്ന് പറയുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹിന്ദുക്കൾ, വലിയൊരു വിഭാഗം ഹിന്ദുക്കൾ അവരുടെ മത വിഭാഗത്തിന്റെ ആഘോഷങ്ങളെക്കാൾ പൊലിമയോടെ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. ഇപ്പൊ എന്റെ ബന്ധു വീടുകളിലെ പരിചയമുള്ള വീടുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസികളുടെ വീടുകളിൽ ക്രിസ്മസ് ട്രീ ഒരുക്കിയിരിക്കുന്നു, സ്റ്റാർ തൂക്കിയിരിക്കുന്നു. നിങ്ങൾ നോക്കിയാൽ അറിയാം, കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് സ്റ്റാർ, ക്രിസ്മസ് കേക്ക് വാങ്ങല് അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ ഇവിടെ ഹൈന്ദവരാണ്. മുസ്ലിങ്ങള് അവരുടെ ചില മതപരമായ ചില പരിമിതികൾ മൂലം അവര് ചിലപ്പോൾ അതിലേക്ക് പ്രകടമായി അത്തരം ആചാരങ്ങളിലേക്ക് വരുന്നുണ്ടാവില്ല. പക്ഷെ ഹൈന്ദവ വിശ്വാസികൾ ക്രിസ്മസ് അവരുടെ സ്വന്തം ശ്രീകൃഷ്ണ ജയന്തിയെ പോലെ അല്ലെ, ദൈവപുത്രന്റെ തിരുപ്പിറവി പോലെ തന്നെയാണ് ശ്രീകൃഷ്ണന്റെ ജനനം അല്ലെ. അതാണ് ശ്രീകൃഷ്ണ ജയന്തി, ഗണേശോത്സവം, രാമായണ മാസം, ഇതൊക്കെ ആഘോഷിക്കുന്ന അതേ ഒരു ടെമ്പോയിൽ തന്നെയാണ് ഹൈന്ദവര് ക്രിസ്മസും ആഘോഷിക്കുന്നത്. പക്ഷേ സ്കൂളുകളിൽ അല്ലെ, നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഇത്തരത്തിലുള്ള മതപരമായ ആഘോഷങ്ങൾ പാടില്ല. അതൊരു സെക്യുലർ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ല. അതായത് സ്കൂളുകളിൽ ഓണം പിന്നെ നമ്മുടെ ദേശീയോത്സവത്തിന്റെ ഭാഗമായിട്ട് ഓണം സെലിബ്രേഷൻ എല്ലാ സ്കൂളുകളിലും എല്ലാ ഓഫീസുകളിലും ഒക്കെ നടത്താറുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ, ശ്രീകൃഷ്ണ ജയന്തി സ്കൂളുകളിൽ ആചരിക്കാറുണ്ടോ? ഒരു സ്കൂളിലും ശ്രീകൃഷ്ണ ജയന്തി ആചരിക്കാറില്ലല്ലോ. രാമായണ മാസം സ്കൂളുകളിൽ ആചരിക്കാറുണ്ടോ? ഇല്ലല്ലോ. ഗണേശോത്സവം സ്കൂളുകളിൽ ആചരിക്കാറുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്താ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷം? നമ്മളെ പല സ്കൂളുകളിലും ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. ക്രിസ്മസ് പാപ്പമാരുടെ വേഷം കെട്ടിയിട്ട് ക്രിസ്മസ് സമ്മാനങ്ങളുമായി അത്തരത്തിൽപ്പെട്ട ആഘോഷങ്ങളൊക്കെ സ്കൂളുകളിൽ നടക്കാറുണ്ട്. അപ്പൊ ഇവര് ദേശാഭിമാനിക്കാർ പറയുന്നത് വാർത്ത എങ്ങനെയാണ്? സ്കൂളുകളിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഉത്തരേന്ത്യൻ മോഡൽ വിലക്കുമായി RSS. ചിന്മയ സ്കൂൾ അടക്കമുള്ള കേരളത്തിലെ പല അൺഎയ്ഡഡ് സ്കൂളുകളിലും RSS നേരിട്ട് നടത്തുന്ന എയ്ഡഡ് സ്കൂളുകളിലുമാണ് നടപടി. തിരുവനന്തപുരം ആറ്റുകാൽ ചിന്മയ സ്കൂളിലെ രക്ഷിതാക്കൾ ഇത് സംബന്ധിച്ച പരാതിയുമായി രംഗത്തെത്തി. സ്കൂളിൽ 23-ന് ക്രിസ്മസ് ആഘോഷം തീരുമാനിച്ച് ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് 60 രൂപ വീതം പിരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മാനേജ്മെന്റ് കുട്ടികൾക്ക് പണം തിരിച്ചു നൽകി. ക്രിസ്മസ് ആഘോഷം വേണ്ടെന്ന് വെച്ചതായും അറിയിച്ചു. RSS അജണ്ട നടപ്പിലാക്കുന്ന ഈ നീക്കം സമൂഹത്തിലും കുട്ടികളിലും വലിയ അപകടം സൃഷ്ടിക്കുന്നതാണ് എന്ന് രക്ഷിതാക്കൾ പറയുന്നു. അപ്പൊ RSSകാരുടെ അജണ്ട മൂലം നിങ്ങൾ കേൾക്കണേ, കുത്തിത്തിരിപ്പിന്റെ ഒരു തീവ്രത.
RSSകാരുടെ അജണ്ട മൂലം സ്കൂളുകളിൽ നിന്ന് ക്രിസ്മസ് ആഘോഷം വിലക്കി. ഞാൻ പറയുന്നത് സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷം പാടില്ല. ക്രിസ്മസ് ആഘോഷിക്കുമെങ്കിൽ അവിടെ ഈ രാമായണ മാസം ആചരിക്കണം, ഗണേശോത്സവം ആചരിക്കണം, ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കണം, ഇതൊക്കെ വേണം. പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിൽ ക്രിസ്മസ് വേണ്ട, കാരണം അത് ശരിയല്ല, അതൊരു മതവിഭാഗത്തിൻ്റെതാണ്. പക്ഷേ ദേശാഭിമാനികൾ പറയുന്നത് ക്രിസ്മസ് ആഘോഷം വേണം, ക്രിസ്മസ് ആഘോഷം വേണം. പക്ഷേ ശ്രീകൃഷ്ണ ജയന്തി, ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറഞ്ഞാൽ സംഘപരിവാർ അജണ്ട. രാമായണം എന്താ പറയാ, സംഘപരിവാർ അജണ്ട. രാമായണം ഒന്നല്ല, രാമായണ ഉത്തരേന്ത്യയിൽ രാമന്റെ പേര് പറഞ്ഞിട്ടല്ലേ വെട്ടിക്കൊല്ലുന്നതെന്നൊക്കെയാ ചോദിക്കുക. ഗണേശോത്സവം പാടില്ല, കാരണം അത് മിത്താണല്ലോ. ഗണപതി മിത്താണെന്നേ, അതൊന്നും പാടില്ല. പക്ഷേ ക്രിസ്മസ് അത് വേണം. അപ്പൊ ഇത് നിരന്തരമായി സഖാക്കളുടെ ഒരു ഹൈന്ദവ വിരോധം, സഖാക്കന്മാരുടെ ഹൈന്ദവ വിരോധം. എന്തിനു വേണ്ടിയിട്ടാണ് ഹൈന്ദവ വിരോധം? ഇവരുടെ വിചാരം ഹൈന്ദവ വിരോധം പ്രകടിപ്പിച്ചാലേ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തങ്ങൾക്ക് വോട്ട് ചെയ്യുള്ളൂ എന്നാണ് ഈ പൊട്ടന്മാരുടെ വിചാരം. അതൊക്കെ അവസാനം ഇങ്ങനെ പൊട്ടിപ്പോകുന്നു. പക്ഷെ പൊട്ടിപ്പോയാൽ എത്ര വീണാലും പഠിക്കാത്തൊരു വിഭാഗമേ ലോകത്തുള്ളൂ. എത്ര പരാജയപ്പെട്ടാലും തങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറയാത്തൊരു വിഭാഗമേ ലോകത്തുള്ളൂ. അതാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി, കേരളത്തിലെ പിണറായിയുടെ ഫാൻസ് അസോസിയേഷൻ. അപ്പൊ അവര് കേരളത്തിലെ സ്കൂളുകളിലും ക്രിസ്മസ് ആഘോഷം വേണ്ട, സംഘപരിവാർ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ വലിയ തലക്കെട്ടിലേക്ക് കൊടുത്തിട്ട് അവസാനം സംഘപരിവാർ പ്രസ്ഥാനം തന്നെ പറയുന്നു അങ്ങനെ ഒരു നിർദ്ദേശം ഞങ്ങൾ എവിടെയും കൊടുത്തിട്ടില്ല. പെട്ടെന്ന് ഈ വാർത്ത വായിക്കുന്ന ആൾക്കാരൊക്കെ വിചാരിക്കും, ഓ ഇതെന്ത് പരിപാടിയാണപ്പോ, കേരളത്തിലെ സ്കൂളുകളിലും ക്രിസ്മസ് ആഘോഷം വേണ്ട, സംഘപരിവാർ പറയുന്നു. ഈ തലക്കെട്ടിലൂടെ ഇവർ പ്രകടിപ്പിക്കുന്ന എന്താണ്? ഇവിടുത്തെ സംഘപരിവാർ RSS BJP എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കെതിരാണ് എന്ന് വരുത്തി തീർക്കണം. ഇങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയ ഒരു ഫേക്ക് വാർത്തയാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ എത്രമാത്രം നമ്മുടെ കേരളത്തിൽ എന്ന് ദേശാഭിമാനി നിർത്തുന്നോ, എന്ന് ഈ പത്രം നിർത്തുന്നോ, അന്ന് കേരളം രക്ഷപ്പെടും കേട്ടോ. അന്ന് കേരളം രക്ഷപ്പെടും. കാരണം കേരളത്തെ വർഗീയമായി വിഭജിക്കാൻ, വർഗീയ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ ചാനലുകൾ, കൈരളി ചാനലും, പിന്നെ അത് കാണലില്ല ആൾക്കാർ. കൈരളി ചാനൽ അങ്ങനെ ആൾക്കാർ അധികം കാണാത്തത് കൊണ്ട് രക്ഷപ്പെടുന്നു. പക്ഷേ ഈ പത്രം കണ്ടമാനം കോപ്പി, ലക്ഷക്കണക്കിന് കോപ്പികൾ അടിച്ചിറക്കുന്നതാണ് പറയുന്നത്. വായിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. നീ അടിച്ചു വായിപ്പിക്കേണ്ടി വരും. എന്നാലും ഈ പത്രത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ഇവർ പ്രചരിപ്പിക്കുന്നത്.